2025 എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി 60 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് 2025 സെറ്റിലെ ചോദ്യങ്ങൾ വന്ന വഴിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഏറെ ഉപകാരപ്രദമായിരിക്കും. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. 2025 ജനുവരിയിൽ നടന്ന എക്സാമിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻട്രിയുടെ ഈ ചാനലിലൂടെ ഞാൻ തന്നെ. ആ വീഡിയോയിൽ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാദ്യം കാണിച്ചു തരാം. അതിനുശേഷം 2025 ജനുവരിയിൽ നടന്ന എക്സാമിൽ എവിടെ നിന്നെല്ലാം എത്രയെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, 70 മാർക്ക് 120ൽ 70 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കണം എവിടെ? ജനറൽ പേപ്പറിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ കട്ട് ഓഫ് കിടക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. നമുക്കൊരു 116 മാർക്കല്ലേ, അതിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ ഓവറോൾ കട്ട് ഓഫ് കിടക്കുക. 240ൽ 116 മുകളിലേക്ക് കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓവറോൾ കട്ട് ഓഫ് ഒക്കെ കിടക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ജനറൽ പേപ്പറിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യും, സബ്ജക്റ്റ് പേപ്പറിൽ മിനിമം വേണ്ട 48 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത്രയും മാക്സിമത്തിൽ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും നിങ്ങൾക്കിവിടെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ 70 മാർക്ക് എന്ന് പറയുമ്പോൾ 70-40 എത്രയാവും? 70-40 110 ആവും അല്ലേ? 70-40 110, പിന്നെ ഒരു 118 മാർക്ക് വരെ വരും. ഇപ്പോൾ 70 എന്നുള്ളത് 68 ആയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ 70 ആയിരിക്കണം ടാർഗറ്റ്. 70 മാർക്ക് വരെ ജനറൽ പേപ്പറിൽ എത്താൻ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും വലിയ പ്രശ്നമില്ലാണ്ട് പോകാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്താലും നമുക്ക് പ്രശ്നമില്ലാണ്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഞാൻ ആദ്യം അവതരിപ്പിച്ച ബ്ലൂ പ്രിൻ്റ്, നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2 2 പേപ്പറുകളാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 120 മാർക്കാണ് പേപ്പർ 1-ന്, 120 മാർക്കാണ് പേപ്പർ 2-നും ഉള്ളത്. രണ്ടിനും 40% മാർക്കാണ് ജനറൽ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 40% മാർക്ക്, അറൗണ്ട് 48 മാർക്ക് ഇൻഡിവിജ്വലി പേപ്പർ 1-നും പേപ്പർ 2-നും നമ്മൾ നേടണം. ഓവറോൾ വരുമ്പോൾ 240ൻ്റെ 48%, 240ൻ്റെ 48% നമുക്ക് ക്വാളിഫൈഡ് ആവാൻ വേണ്ടത്. 116 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ പേപ്പർ 1-ൽ 2 പാർട്ടുണ്ട്. പാർട്ട് എ ജനറൽ നോളേജും പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്ങും. ജനറൽ നോളേജും ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്ങും എന്ന് പറയുന്ന 2 ഭാഗത്തായിട്ടാണ് ഈ 120 മാർക്ക് പേപ്പർ 1-ൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകാർക്കും പേപ്പർ 1 കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോമൺ പാറ്റേണിലാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ 120 മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ സാധിക്കും? 120ൽ 70 മാർക്ക് അടിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് 2025 ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അതിന് മുമ്പത്തെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയിട്ട് ഓരോ ഭാഗത്തു നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആവറേജ് വരും എന്നുള്ളതിനെക്കുറിച്ച് കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണക്ക് വെച്ചിട്ട് നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിനെയും കൂടി ഒന്ന് വിലയിരുത്താം. അതായത് 2025 ജനുവരിക്ക് മുമ്പ് നടന്നിട്ടുള്ള 5 എക്സാമുകളെ പരിഗണിക്കുമ്പോൾ സൈക്കോളജിയിൽ നിന്ന് 17 മുതൽ 20 ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കരിക്കുലവും 8 മുതൽ 9 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നതാണ് ആവറേജ് നമ്മൾ കണ്ടിരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കാരണം സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് പലപ്പോഴും വരാറുണ്ട്. ഇത്തവണ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഇത് 2 ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫിലോസഫി ഏരിയയിൽ നിന്ന് 6 മുതൽ 7 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിൽ 2 മുതൽ 3 ചോദ്യം വരെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ NEPയും അതുപോലെ തന്നെ വിവിധ കമ്മീഷനുകളെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 7 മുതൽ 9 ക്വസ്റ്റ്യൻസ് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ ഓരോ വർഷവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 7 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ ഓരോ വർഷം ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. റിസർച്ച് ഇൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ളത്. ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോന്നിനും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഫിലോസഫിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അതുപോലെ NEPകളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ നമുക്കുള്ള ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ 2025 എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി 60 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏതെല്ലാം മേഖലകളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വെച്ച് വരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിലയിരുത്തിയത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ സൈക്കോളജിയിൽ നിന്ന് 14ഓളം ചോദ്യങ്ങളാണ്
സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് 2025 ജനുവരിയിൽ നടന്ന സെറ്റ് എക്സാമിൽ സൈക്കോളജി 14 മാർക്ക്, തിയറികളും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും ഒക്കെ വെച്ചുകൊണ്ട് 14 മാർക്കാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് സൈക്കോളജിയുടെ ക്ലാസ് റൂം ആപ്ലിക്കേഷൻസും അതേപോലെ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ടീച്ചിങ് മെത്തേഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെയും വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഈ ഏരിയ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സൈക്കോളജിയും ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി 28 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് 7 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് 7 മാർക്കാണ്. നമ്മൾ ഇന്ന് ബ്ലൂ പ്രിന്റ് പറഞ്ഞിട്ട് ഇതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യങ്ങളെ ഓരോന്നിനെയും സെലക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്ന വീഡിയോകളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരപ്രദമായിട്ട് 2025 സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. എൻട്രിൽ ഏറ്റവും പുതിയ ക്ലാസ്സുകളാണ് സെറ്റിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇത്തവണ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എൻട്രിയുടെ സെറ്റിൻ്റെ കോഴ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ സബ്ജക്റ്റുകളിലും തന്നെ നമ്മളിപ്പോൾ സെറ്റിൻ്റെ കോഴ്സ് നൽകുന്നുണ്ട്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിൽ നിന്ന് 2 മാർക്ക്. ഈ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് ടേംസിനൊക്കെ വെച്ചിട്ട് 2 മാർക്കായിരുന്നു ഇത്തവണ ചോദിച്ചത്. ഹിസ്റ്ററി, പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ഭാഗത്ത് നിന്ന് 6 മാർക്കാണ് ഇത്തവണ വന്നത്. ഇവാലുവേഷനിൽ നിന്ന് 4 മാർക്ക്. കമ്മ്യൂണിക്കേഷനും ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് 10 മാർക്ക് ഇത്തവണയും ചോദിച്ചു. റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ 3 മാർക്ക്. നിങ്ങൾ നോക്കിയാൽ ഞാൻ ആ കഴിഞ്ഞ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിട്ടുള്ള എക്സാക്ട്ലി ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ ഇത്തവണയും ചോദ്യം വന്നിരിക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ആ പട റേഞ്ചിന് പുറത്തേക്ക് കുറച്ച് എക്സ്ട്രാ വന്ന സൈക്കോളജിയിലെ കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇത്തവണ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ റേഞ്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഏരിയാസിനെ വളരെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 60 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 60 മാർക്കിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കഴിഞ്ഞോ? ഇല്ല, അടുത്തൊരു 60 മാർക്ക് കിടപ്പുണ്ടല്ലോ. GK എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളത് 4 ഇത് ഞാൻ ആദ്യം തന്ന ബ്ലൂ പ്രിൻ്റ്, അതായത് 2025 ജനുവരിക്ക് മുമ്പ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയിട്ട് തന്ന ബ്ലൂ പ്രിൻ്റാണ്. ആവറേജ് ജനറൽ സയൻസിന് 9 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ ജനറൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത് കാണാറുണ്ട്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി നിന്ന് 10 മുതൽ 11 ക്വസ്റ്റ്യൻ വരെ ആവറേജ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മാത്സ്, മെൻ്റൽ എബിലിറ്റി ആ ഏരിയ എന്നുള്ള എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു എന്ന് കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ നിന്ന് 6 മുതൽ 7 ക്വസ്റ്റ്യൻ വരെയാണ് ചോദിക്കാറുള്ളത്. സോഷ്യൽ സയൻസും കറണ്ട് അഫയേഴ്സും GK, ബാക്കിയുള്ള ജനറൽ നോളേജ്, സോഷ്യൽ സയൻസ്, കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് എന്നുള്ളത് 32 മുതൽ 35 ക്വസ്റ്റ്യൻ വരെ ചോദിക്കും എന്നുള്ളതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ് ഏരിയ എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കണം. അങ്ങനെയാണ് അതിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് 2025 ജനുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരുന്നു നോക്കാം. ജനറൽ സയൻസിൽ നിന്ന് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 9 ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണയും വന്നിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി അതിനകത്ത് ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആ ഭാഗത്തുനിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ ചോദിച്ചത്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്. 10-11 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട് പല വർഷങ്ങളിലും. പക്ഷേ ഇത്തവണ 6 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 മുതൽ 7 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് 6 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രമായിട്ട്, അതായത് സയൻസിൻ്റെ മാറ്റി നിർത്തിയിട്ട് പ്യുവർ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ച 8 ചോദ്യങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ജനറൽ നോളേജ്, ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ലോകത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളെക്കുറിച്ചും അവാർഡുകളെക്കുറിച്ചും കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് 31 ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വരുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് സെറ്റ് എക്സാമിനെ കാണുന്നതെങ്കിൽ ഈ ഏരിയാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 120 ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് 70 മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വരിക. 50 മാർക്ക് നിങ്ങൾ വെറുതെ വിട്ടാലും 70 മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വരിക. നിങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്ന് ഏതെല്ലാം സ്ട്രോങ് ആക്കാൻ പറ്റും. ചിലർ സയൻസ് പഠിച്ച ആൾക്കാർക്ക് സയൻസിലെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർക്ക് അത് എളുപ്പമായിരിക്കും. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ എളുപ്പമായിരിക്കും. സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ആ ഏരിയയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ആദ്യത്തെ 60 മാർക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേയേറെ റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തവണയും ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വന്നത്. പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്തവണ ഈ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല വന്നത്. നേരത്തെയൊക്കെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് എളുപ്പം ഉള്ളത് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. സയൻസ്, ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സയൻസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയുള്ള സയൻസിൻ്റെ ലെവലിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസും വരാം എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടത് നമുക്ക് പരമാവധി നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഞാൻ പറഞ്ഞ പോലെ 120ൽ 70 നേടണം, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ എൻട്രിയിൽ ഏറ്റവും മികച്ച കോഴ്സ് ജനറൽ പേപ്പറും മറ്റ് സബ്ജക്ട് പേപ്പറുകളുടെയും പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും സെറ്റിൻ്റെ കോഴ്സ് റണ്ണിംഗ് ആണ്. അടുത്ത ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട്.
സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകുന്നതോടുകൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് മാറും. ആ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ആദ്യ കടമ്പ എന്ന് പറയുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എൻട്രി ഒരു മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായിട്ടും എൻട്രിയിലൂടെ ഒരുപാട് കുട്ടികൾ സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിരിക്കുന്നു, കട്ട് ഓഫ് മാർക്കിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്കും അതിന് സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻട്രിയിൽ കോൺടാക്ട് ചെയ്യുക, സെറ്റിന് ജോയിൻ ചെയ്യുക. 6 മാസം കൊണ്ട് ഏറ്റവും മികച്ച കോഴ്സ് നിങ്ങളിലേക്ക് എത്തും. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യും. എല്ലാ ആശംസകളും. വീണ്ടും കാണാം.